നമസ്കാരം സുഹൃത്തുക്കളെ, PSC വിക്കിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വിഷയം കറണ്ട് അഫയേഴ്സിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതാണ്. സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളും മറ്റ് ഡിഗ്രി ലെവൽ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളും വളരെയധികം ബുദ്ധിമുട്ടുന്നൊരു ഭാഗമാണ് കറണ്ട് അഫയേഴ്സ്. അവരുടെ സിലബസിൽ തന്നെ കറണ്ട് അഫയേഴ്സിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് പിൻ ചെയ്ത് ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട് എല്ലാ വർഷവും എല്ലാ ചോദ്യത്തിലും. അതുകൊണ്ട് കറണ്ട് അഫയേഴ്സ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ്. വീഡിയോയുടെ കണ്ടന്റിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം സിവിൽ സർവീസ് എങ്ങനെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങാമെന്ന് പുതിയ ഉദ്യോഗാർത്ഥികൾക്കുള്ള ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവർ കാണാൻ ശ്രദ്ധിക്കുക. കറണ്ട് അഫയേഴ്സിലേക്ക് പോകുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു നാഷണൽ ലെവൽ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ വായിക്കുക എന്നുള്ളതാണ്. എന്തുകൊണ്ട് നാഷണൽ ലെവൽ ന്യൂസ് പേപ്പർ വായിക്കാൻ പറയുന്നു എന്നാൽ പ്രാദേശിക പത്രങ്ങൾ മലയാളത്തിൽ ഒത്തിരിയുണ്ട്. ഇതൊക്കെ പ്രാദേശിക കാര്യങ്ങൾക്കായിരിക്കും മുൻതൂക്കം കൊടുക്കുക. നമുക്ക് വേണ്ടുന്ന നാഷണൽ ഇൻ്റർനാഷണൽ അഫയേഴ്സ് വളരെ കുറഞ്ഞായിരിക്കും പത്രത്തിലുണ്ടാകുക. നമുക്കതിനെപ്പറ്റി ഒരു ബ്രോഡായിട്ട് ഐഡിയ ഡെവലപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് നാഷണൽ ന്യൂസ് പേപ്പർ വായിക്കാൻ ശ്രദ്ധിക്കുക. ഞങ്ങൾ പ്രിഫർ ചെയ്യുന്ന ഒരു ന്യൂസ് പേപ്പർ എന്ന് പറയുന്നത് ഹിന്ദു ന്യൂസ് പേപ്പർ ആയിരിക്കും വായിക്കുന്നത് ബെറ്റർ എന്ന് പറയുന്നത്. എന്നാൽ അവരവരുടെ അഭിരുചിക്കനുസരിച്ച് ടൈംസോ ഡെക്കാൻ ക്രോണിക്കിളോ ഇന്ത്യൻ എക്സ്പ്രസ്സോ അങ്ങനെയല്ല മറ്റ് ന്യൂസ് പേപ്പറുകളാണ് വായിക്കുന്ന സൗകര്യമെങ്കിൽ അത് വായിക്കുക. ന്യൂസ് പേപ്പർ വായിച്ചു തുടങ്ങുന്ന പുതിയ ഉദ്യോഗാർത്ഥികൾ 4-5 മണിക്കൂറെടുത്ത് വായിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. ഒരു ഡേ മുഴുവൻ വേസ്റ്റ് ചെയ്യാറുണ്ട്. സോ അങ്ങനെയുള്ളവർക്കായി മുമ്പൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എങ്ങനെ ചുരുക്കം സമയത്തിൽ, അതായത് ഒരു 30-45 മിനിറ്റിൽ വായിച്ചെടുക്കാമെന്നുള്ളതിനെ പറ്റി. സോ ആ വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ഒരു ന്യൂസ് വായിച്ചത് കൊണ്ട് മാത്രം നമുക്ക് കറണ്ട് അഫയേഴ്സ് കിട്ടത്തില്ല. സോ അതിനെ ആ ന്യൂസിൽ കാണുന്ന കാര്യം എന്താണെന്ന് പോയി സെർച്ച് ചെയ്ത് നോക്കാം. എസ്പെഷ്യലി ഇൻ്റർനെറ്റ് അല്ലെങ്കിൽ അതർ സോഴ്സസ്. ഇപ്പോൾ നമ്മൾ ചൈനയുമായിട്ടൊരു ഇഷ്യൂസ് നടക്കുകയാണ്. അപ്പോൾ അതിൽ ദിവസം കാണുന്ന കാര്യങ്ങളുണ്ട്. LAC പോലുള്ള കാര്യങ്ങൾ, ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ. അപ്പോൾ അത് എന്നാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത്, ആരൊക്കെ തമ്മിലാണ്, ഏത് ട്രീറ്റിയുടെ ഭാഗമായിട്ട് വന്നതാണ്, ഏത് യുദ്ധമാണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ളത്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ റെഫർ ചെയ്ത് പഠിക്കുക. ഈ തരത്തിൽ നമുക്ക് ഓരോ ന്യൂസിലും കാണുന്ന കാര്യങ്ങളെ കുറച്ച് ബാക്ക്വേർഡ് പോയി അതിൻ്റെ കാര്യം എന്താണ്, ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് പഠിക്കേണ്ട ആവശ്യമുണ്ട്. അതുപോലെ തന്നെ വാർത്തകൾ, അത് കാണുന്ന ടേംസ് നമുക്ക് ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്തിട്ട് അത് എന്താണെന്ന് മുഴുവനായിട്ട് പഠിക്കാം. ഇനി അങ്ങനെ പറ്റില്ല എങ്കിൽ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ എക്സ്പ്ലൈൻഡ് എന്ന് പറഞ്ഞൊരു സെഷനുണ്ട്. സോ അതിൻ്റെ ലിങ്ക് ഞാൻ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സോ അതൊന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാലും വരുന്ന ഇഷ്യൂസ് എന്താണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളെന്ന് അവർ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ചെറിയൊരു എഡിറ്റോറിയലുണ്ട്. അത് വായിച്ച് നോക്കാം. ഇനി വേണ്ടുന്ന രണ്ടാമത്തെ ഒരു കാര്യം, ഡെയിലി ഒരു കറണ്ട് അഫയേഴ്സ് കോമ്പിലേഷൻ ഏതെങ്കിലും ഒരു സൈറ്റ് ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. ഒത്തിരി വെബ്സൈറ്റുകൾ നമുക്ക് കിട്ടും കറണ്ട് അഫയേഴ്സിൻ്റെ. GK.in, ഇൻസൈറ്റ് ഓൺ ഇന്ത്യ, IAS ബാബ, ഫോറം IAS, വിഷൻ IAS തുടങ്ങി ഒത്തിരി വെബ്സൈറ്റുകൾ നമുക്ക് കിട്ടും. അത് ഏതെങ്കിലും ഒരു വെബ്സൈറ്റ് മാത്രമായി ഫോളോ ചെയ്യുക. മൾട്ടിപ്പിൾ വെബ്സൈറ്റ് ഫോളോ ചെയ്ത് കഴിഞ്ഞുള്ള പ്രശ്നം, നമുക്ക് ഒത്തിരി ടൈം ഉണ്ടാവും. എപ്പോഴും നമ്മുടെ സോഴ്സസ് ലിമിറ്റ് ചെയ്തുകൊണ്ട് മാക്സിമം ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ അതൊരു ബേർഡനായി മാറും. ഒരിക്കലും കറണ്ട് അഫയേഴ്സ് നോക്കുമ്പോൾ ഒരു 4-5 വെബ്സൈറ്റ് നോക്കി ഫോളോ ചെയ്ത് ഏതെങ്കിലും ഒരു വെബ്സൈറ്റിൽ നോക്കി ഫോളോ ചെയ്യുക മാത്രമേ ചെയ്യാവൂ. ഒരു ഡെയിലി കോമ്പിലേഷൻ വെബ്സൈറ്റ് ഏതെങ്കിലും ചൂസ് ചെയ്യുക. ഒരു മന്ത്ലി പീരിയോഡിക്കൽ വായിക്കുക. അങ്ങനെ അല്ലെങ്കിൽ ഒരു മന്ത്ലി PDF മാഗസിൻസ് ഒക്കെ ഒരുപാടുണ്ട്. അതിലേതെങ്കിലും ഒന്ന് ചൂസ് ചെയ്ത് വായിക്കുക. അത് പ്രിഫർ ചെയ്യുന്ന 2 കാര്യം, വിസാർഡിൻ്റെ ഒരു മാഗസിനുണ്ട്, വളരെ നല്ലൊരു മാഗസിനാണ്, അത് ഫോളോ ചെയ്യാം. അങ്ങനെ അല്ലെങ്കിൽ സിവിൽ സർവീസ് ക്രോണിക്കിൾ എന്ന് പറഞ്ഞൊരു മാഗസിനുണ്ട്. അതുപോലെ വിഷൻ IASൻ്റെ ഒരു PDF മന്ത്ലി ഫ്രീ ആയിട്ട് ഇറക്കുന്നുണ്ട്. മന്ത്ലി കറണ്ട് അഫയേഴ്സ് എല്ലാം കൂടെ ക്ലബ്ബ് ചെയ്തിട്ട്. സോ അത് വളരെ നല്ലൊരു ഡോക്യുമെൻ്റാണ്. ഇതിലേതെങ്കിലും നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് സെലക്ട് ചെയ്ത് എല്ലാ മാസവും വായിച്ച് ആ മാസത്തെ കറണ്ട് അഫയേഴ്സ് ഒന്ന് അടുക്കി പറക്കി വയ്ക്കേണ്ടതാണ്. ഇനി അടുത്ത് വേണ്ടുന്ന കാര്യം, ആൾ ഇന്ത്യ റേഡിയോയുടെ സ്പോട്ട്ലൈറ്റ് ന്യൂസും അതിൻ്റെ ഡിസ്കഷനും കേൾക്കുക എന്നുള്ളതാണ്. നമുക്ക് മിക്കവാറും സിവിൽ സർവീസിന് വേണ്ടുന്ന കാര്യങ്ങൾ വളരെ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു മീഡിയമാണ് ആൾ ഇന്ത്യ റേഡിയോ. ഇനി പറയുന്ന കാര്യങ്ങൾ മിസ്ലേനിയസ് ആണ്, വേണ്ടുന്നവർ മാത്രം ഫോളോ ചെയ്താൽ മതി. മിക്കവാറും വിജയിച്ച ആസ്പിരൻസ് പറയുന്ന 1-2 പ്രോഗ്രാംസ് ആണ്. അത് രാജ്യസഭയുടെ ബിഗ് പിക്ചർ, അതുപോലെ ഇന്ത്യാസ് വേൾഡ് എന്ന് പറയുന്ന 2 പ്രോഗ്രാംസ് സ്ഥിരമായി ആസ്പിരൻസ് കാണാറുള്ള പ്രോഗ്രാംസാണ്. യൂട്യൂബിലൊക്കെ അതിൻ്റെ വീഡിയോസ് കിട്ടും. സമയം കിട്ടുമ്പോൾ അത് നോക്കുക. അറ്റ്ലീസ്റ്റ് ഒരു ഹോട്ട് ടോപ്പിക് വരുമ്പോഴെങ്കിലും അങ്ങനെയുള്ള ഡിസ്കഷൻസ് ഫോളോ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ PIB, പബ്ലിക് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വെബ്സൈറ്റ്, PRsindia.org എന്ന വെബ്സൈറ്റ്, ഇത് രണ്ടിലും കറണ്ട് അഫയേഴ്സ് ഓറിയൻറ്റഡ് ഒരുപാട് ഇൻഫർമേഷൻസ് കിട്ടുന്നതാണ്. സോ ഈ 2 വെബ്സൈറ്റും വിടാതിരിക്കുക. അടുത്ത സോഴ്സ് എന്ന് പറയുന്നത് ഇൻ്റർനെറ്റാണ്. എല്ലാവർക്കും ഉള്ളതാണ്. പക്ഷേ അത് പിൻ പോയിൻ്റ് ചെയ്ത് ടാർഗറ്റ് ചെയ്ത് കണ്ടുപിടിക്കുക എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്.
ഗൂഗിളിൻ്റെ ന്യൂസോ അല്ലെങ്കിൽ യാഹുവിൻ്റെ ന്യൂസോ അതുപോലെ കുറച്ച് ന്യൂസസ് പിൻ ചെയ്ത് വയ്ക്കാം. അത് നമുക്ക് ഇഷ്ടമുള്ള സബ്ജക്ട്സ് നമുക്ക് ചൂസ് ചെയ്ത് വയ്ക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ ആർട്ട് റിലേറ്റഡ് ആണെങ്കിൽ അല്ലെങ്കിൽ സയൻസ് ആൻഡ് ടെക്നോളജി റിലേറ്റഡ് കാര്യങ്ങൾ നമുക്ക് പിൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ന്യൂസ് വരുമ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻസ് മൊബൈലിൽ കിട്ടും. സോ നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടിരിക്കുന്ന കാര്യങ്ങളുമായിട്ട് മാച്ച് ചെയ്യുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഓഫ്കോഴ്സ് നമുക്ക് തുറന്ന് വായിക്കാം. സോ ആ രീതിയിൽ കറണ്ട് അഫയേഴ്സിനെ കുറച്ച് അഡ്വാൻസ് ആയിട്ട് തന്നെ, അതായത് പിറ്റേ ദിവസം ന്യൂസ് പേപ്പർ വരുന്നതിന് മുമ്പ് തന്നെ കാര്യം അറിയാൻ പറ്റും. സോ ഇത്രയൊക്കെയാണ് കറണ്ട് അഫയേഴ്സിന് വേണ്ട കാര്യങ്ങൾ. എപ്പോഴും ഒരു കാര്യം മനസ്സിൽ വെച്ചിരിക്കുക, സോഴ്സസ് വളരെ ലിമിറ്റായിരിക്കണം. ലിമിറ്റഡ് സോഴ്സസും മാക്സിമം കവർ ചെയ്ത് പോവുക. ഇങ്ങനെ കിട്ടുന്ന കറണ്ട് അഫയേഴ്സ് നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്യുക, ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ ഒരു മൊബൈൽ ആപ്പിലോ അല്ലെങ്കിൽ നോട്ട്ബുക്കിലോ എവിടെയെന്ന് വെച്ചാൽ നിങ്ങളുടെ സൗകര്യാർത്ഥം നോട്ട് ചെയ്ത് വയ്ക്കാം. ഒരു വീക്ക്ലി റിവിഷൻ നിർബന്ധമാണ്, ഒരു മന്ത്ലി റിവിഷൻ നിർബന്ധമാണ്. എന്നാൽ മാത്രമേ ഈ കറണ്ട് അഫയേഴ്സ് പഠിക്കുന്നുണ്ടുള്ള ഉപയോഗം ഉണ്ടാകത്തുള്ളൂ. സോ അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് ക്വിസസ് ഞാൻ മേൽപ്പറഞ്ഞ വെബ്സൈറ്റുകളിൽ ലഭ്യമാണ്. സോ അതൊരു ഡെയിലി ഒരു 5 questions കാണും, അതൊന്ന് ചെയ്ത് നോക്കാം. ഇത്രയൊക്കെ ആയിക്കഴിഞ്ഞാൽ കറണ്ട് അഫയേഴ്സിൽ നിന്ന് കിട്ടാവുന്ന ചോദ്യങ്ങളെല്ലാം ആൻസർ ചെയ്യാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കും. നിങ്ങൾക്ക് ഈ കറണ്ട് അഫയേഴ്സ് എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഒപ്പം സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ ക്ലാസ്സുമായി കാണാം. നന്ദി.